ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ലിവ് ഫോർ ദ സ്റ്റോൺ ഡിസൈനർ ബൊട്ടിക്. ഇത്തയുടെ മെഷർമെന്റ്സ് അല്ലെങ്കിൽ സൽവാറിന്റെ മെഷർമെന്റ്സ് എങ്ങനെ എടുക്കാം എന്നുള്ളതാണ്. ഇതും ഓൺലൈൻ കസ്റ്റമേഴ്സിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞതാണ്, എന്നാലും ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യുവാണ്. നമ്മൾ മെഷർമെന്റ്സ് എടുക്കുന്ന ഇതുപോലെയുള്ള ഇഞ്ച് ടേപ്പിലാണ് എടുക്കുന്നത്. ഇഞ്ച് ആയിരിക്കണം വേണ്ടത്, സെന്റിമീറ്റർ അല്ല. ഇതുപോലെ 1, 2 ഉള്ളിൽ 7 ലൈൻസ് ആയിരിക്കണം വരേണ്ടത്. അതല്ല പിന്നെ ഇതുപോലെ ഫ്ലെക്സിബിൾ ആയ ടേപ്പ് ആയിരിക്കണം. അല്ലാതെ ഇപ്പം ചില ടേപ്പിന്റെ ഉണ്ട് 1-ന്റെ 2-ന്റെ ഇടയിൽ 9, 10 അങ്ങനെ വരുന്നതുകൊണ്ട് അങ്ങനത്തെ യൂസ് ചെയ്യരുത്, മെഷർമെന്റ്സ് തെറ്റിപ്പോകും. ഫസ്റ്റ് നമ്മൾ ലെങ്ത് ആണ് എടുക്കാൻ പോകുന്നത്. അപ്പം ലെങ്ത് എടുക്കുന്നത് ഷോൾഡറിന്റെ ഇവിടെ ടേപ്പ് വെച്ചിട്ട് സ്ട്രെയിറ്റ് താഴോട്ട് എവിടെ വരെയാണോ നിങ്ങൾക്ക് ലെങ്ത് വേണ്ടുന്നത് ആ ലെങ്ത് ആയിരിക്കണം ലെങ്ത് ആയിട്ട് എടുക്കേണ്ടത്. ഓക്കെ, നെക്സ്റ്റ് ആം ഹോൾ എടുക്കണം. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ ഇങ്ങനെ റൗണ്ട് ആയിട്ട് ആം ഹോൾ എടുക്കുക. ലൂസും വേണ്ട ടൈറ്റും വേണ്ട, കറക്റ്റ് മെഷർമെന്റ് പറഞ്ഞാൽ മതി. അതിനുശേഷം നമ്മൾ അപ്പർ ചെസ്റ്റ് ആണ് എടുക്കുന്നത്. അപ്പർ ചെസ്റ്റ് ഇതുപോലെ ബാക്കിൽ നിന്ന് ഫ്രണ്ടിലേക്ക് റൗണ്ട് എടുക്കുക. ഫ്രണ്ടിലും ബാക്കിലും ടേപ്പിന്റെ ലെവൽ സെയിം ആയിരിക്കണം. ലൂസും ടൈറ്റും വേണ്ട, കറക്റ്റ് മെഷർമെന്റ് പറയുക. അതുപോലെ തന്നെ ഇനി ബസ്റ്റും ഇതുപോലെ തന്നെ റൗണ്ട് എടുക്കുക, കറക്റ്റ് പറയുക, ലൂസ് ടൈറ്റ് വേണ്ട. അതിനുശേഷം വേസ്റ്റ് മെഷർമെന്റ് ആണ് പറയേണ്ടത്. വേസ്റ്റ് ഇതുപോലെ തന്നെ കറക്റ്റ് മെഷർമെന്റ്, ലൂസും വേണ്ട ടൈറ്റും വേണ്ട. ശേഷം ഹിപ്പ് മെഷർമെന്റ് ആണ് എടുക്കുന്നത്. കറക്റ്റ് ബട്ടക്സിന്റെ സെന്ററിൽ കൂടെ എടുക്കുക, സ്വല്പം ലൂസ് ഇട്ട് എടുക്കുക. ഓക്കെ, ഇനി ചില ഡ്രസ്സസ് സ്ലിറ്റഡ് ആയിരിക്കും. സ്ലിറ്റഡ് ഡ്രസ്സുകൾക്ക് ഷോൾഡറിന്റെ ഇവിടുന്ന് സ്ട്രെയിറ്റ് താഴേക്ക് പിടിക്കുക. എവിടെയാണോ നിങ്ങൾക്ക് സ്ലിറ്റിന്റെ ലെങ്ത് വേണ്ടുന്നത് ആ ലെങ്ത് ആയിരിക്കണം സ്ലിറ്റ് ലെങ്ത് എന്ന് പറയുക. എവിടെയാണോ നമ്മൾ സ്ലിറ്റിന്റെ ലെങ്ത് എടുത്ത് അവിടുത്തെ റൗണ്ട് ആയിരിക്കണം സ്ലിറ്റ് റൗണ്ട്. അതിനുശേഷം ഇനി അടുത്തത് സ്ലീവ് ലെങ്ത് ആണ്. ഷോൾഡർ ബോണ്ടിന്റെ ഇവിടുന്ന് സ്ട്രെയിറ്റ് താഴേക്ക് എത്ര ലെങ്ത് ആണോ സ്ലീവിന് വേണ്ടത് ആ ഒരു ലെങ്ത് ആണ് സ്ലീവ് ലെങ്ത് കൊടുക്കുന്നത്. സ്ലീവ് വിഡ്ത്ത് ഇതുപോലെ ഇങ്ങനെ ഇവിടെ സ്ലീവ് റൗണ്ട് എടുക്കണം. ഇതാണ് സ്ലീവ് വിഡ്ത്ത് വരുന്നത്. ഇവിടെ എൻഡിലും അതുപോലെ തന്നെ റൗണ്ട് എടുക്കുക. അങ്ങനെ 2 മെഷർമെന്റ് സ്ലീവ് വിഡ്ത്തിൽ വേണം. ഷോൾഡറിനെ അവിടുന്ന് സ്ട്രെയിറ്റ് താഴേക്ക് പിടിക്കുക. എത്രയാണോ നെക്കിന്റെ ഡീപ്പ് വേണ്ടിയത് അത് നെക്ക് ഡീപ്പായിട്ട് പറയുക. അതുപോലെ തന്നെ ബാക്കിലെയും ഷോൾഡറിന്റെ അവിടുന്ന് ബാക്കോട്ട് സ്ട്രെയിറ്റ് ആയിട്ട് പിടിക്കുക, ബാക്ക് നെക്ക്. അടുത്ത നമ്മൾ പാന്റിന്റെ ലെങ്ത് ആണ് നോക്കുന്നത്. നമ്മൾ എവിടെയാണോ പാന്റ് ഇടുന്നത് അവിടെ ടേപ്പ് വെച്ചുകൊണ്ട് സ്ട്രെയിറ്റ് താഴേക്ക് ലെങ്ത് എടുക്കുക. ഇപ്പം എക്സാമ്പിൾ ഞാൻ ഇവിടെ പാന്റ് ഇടുന്നെങ്കിൽ ഇവിടുന്ന് സ്ട്രെയിറ്റ് താഴേക്ക് പിടിക്കുക. എത്രയാണോ നിങ്ങൾക്ക് ലെങ്ത് വേണ്ടത് ആ ലെങ്ത് എടുക്കുക. ഓക്കെ, അതിനുശേഷം നമ്മൾ പാന്റിന്റെ വേസ്റ്റ് ആണ് എടുക്കുന്നത്. നമ്മൾ എവിടെ നിന്നാണോ ലെങ്ത് സ്റ്റാർട്ട് ചെയ്തത് ആ അവിടുത്തെ റൗണ്ട് ആയിരിക്കണം പാന്റിന്റെ വേസ്റ്റ്. ഒത്തിരി ടൈറ്റും ആക്കണ്ട, ലൂസും ആക്കാത്ത രീതിയിൽ വേണം പറയാൻ വേണ്ടിയിട്ട്. അതിനുശേഷം ഹിപ്പിന്റെ മെഷർമെന്റ്, പിന്നെ ലെഗ് റൗണ്ട് എടുക്കുമ്പോൾ നമുക്ക് 3 മെഷർമെന്റ്സ് വേണം. ഒന്ന് ലെഗിന്റെ ഇവിടുത്തെ റൗണ്ട്, പിന്നെ ഇവിടുത്തെ നീഡ് അവിടുത്തെ റൗണ്ട്, പിന്നെ ആംഗിൾ വരുന്ന ലെങ്ത്. അങ്ങനെ 3 മെഷർമെന്റ്സ് പാന്റിന് വേണം. അപ്പം ഇന്നത്തെ ഈ വീഡിയോ എല്ലാവർക്കും ഹെൽപ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ ഒരു കാര്യം കൂടെ പറയാനുള്ളത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, മെഷർമെന്റ്സ് എടുക്കുമ്പോൾ ഇപ്പം ഞാൻ ഈ മെഷർമെന്റ്സ് കാണിക്കുന്നത് ഓൺലൈൻ കസ്റ്റമേഴ്സിന് വേണ്ടിയിട്ടാണ്. അപ്പം അങ്ങനെ നിങ്ങൾ മെഷർമെന്റ്സ് എടുക്കുമ്പോഴത്തേക്ക് നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും ഒരാളെ ഒന്ന് ഹെൽപ്പിന് വിളിച്ചെടുക്കുവാണെങ്കിൽ നല്ലതായിരിക്കും. കാരണം മെഷർമെന്റ്സ് എടുക്കാൻ അറിയാത്ത ആൾക്കാർ എടുക്കുമ്പോൾ നമ്മളിപ്പോൾ ഫോർ എക്സാമ്പിൾ ടോപ്പിന്റെ ലെങ്ത് എടുക്കുമ്പോൾ ഇങ്ങനെ കുനിഞ്ഞു നോക്കി എടുത്തു കഴിഞ്ഞാൽ അത് ആക്യുറേറ്റ് ആയിരിക്കില്ല. അപ്പം അതുകൊണ്ട് നിങ്ങളുടെ ഫ്രണ്ട്സോ ആരെങ്കിലും റൂംമേറ്റ്സോ ആരെങ്കിലും കൊണ്ട് മെഷർമെന്റ്സ് എടുത്തു തരാമെങ്കിൽ അത് നല്ലതായിരിക്കും. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഹെൽപ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.